അംഗവൈകല്യം വന്ന ആളുകൾ, പാവപ്പെട്ടവർ, ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് കുറേ ലോട്ടറി വാങ്ങി വിറ്റ് ജീവിതം നയിക്കുന്നവർ, അവരുടെ കഞ്ഞിയിൽ പാറ്റ് ഇന്ന് മണ്ണിടുന്ന പ്രവർത്തനമാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമത്തെപ്പറ്റി ആലോചിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള CITU അടക്കമുള്ള സംഘടനകൾ മിണ്ടുന്നില്ല. കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളുടെ ജീവൻ മരണ പോരാട്ടത്തിനാണ് നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. 40 രൂപയുണ്ടായിരുന്ന ലോട്ടറിയുടെ വില ലോട്ടറി 50 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെന്റ് തീരുമാനം വൻകിട ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 40 രൂപയായി ഇത് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ തൊഴിലാളികൾ ഇവിടെ ഉപവാസമിരിക്കുന്നത്. 40 രൂപയായി നിലനിർത്തിയാൽ കൂടുതൽ ലോട്ടറി ടിക്കറ്റുകൾ വിറ്റുപോകും. അത് ഈ തൊഴിലാളികൾക്ക് ഒരു ആശ്വാസമാണ്. 10 രൂപ വർദ്ധിപ്പിക്കുന്ന ആർക്ക് വേണ്ടി? നാട്ടുകാരെ പിഴിഞ്ഞെടുക്കുന്ന ഈ പണം മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സമ്മാനം 5000 രൂപയുടെ സമ്മാനങ്ങൾ 23 ആയിരുന്നു. അതിപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് വെട്ടിക്കുറച്ചുകൊണ്ട് ഏറ്റവും ആകർഷകമായ സമ്മാനം എന്ന് പറയുന്നത് 5000 രൂപയുടേതാണ്. ആ സമ്മാനം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾക്കറിയാം, ഈ ലോട്ടറി തൊഴിലാളികൾ എന്ന് പറയുന്ന ആരാണ്? അംഗവൈകല്യം വന്ന ആളുകൾ, പാവപ്പെട്ടവർ, ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ട് കുറേ ലോട്ടറി വാങ്ങി വിറ്റ് ജീവിതം നയിക്കുന്നവർ, അവരുടെ കഞ്ഞിയിൽ പാറ്റ് ഇന്ന് മണ്ണിടുന്ന പ്രവർത്തനമാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമത്തെപ്പറ്റി ആലോചിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ രംഗത്തുള്ള CITU അടക്കമുള്ള സംഘടനകൾ മിണ്ടുന്നില്ല. ആകെ ഫിലിപ്പ് ജോസഫ് നേതൃത്വത്തിലുള്ള INTUC മാത്രമാണ് ഈ സമരരംഗത്തുള്ളത്. ഫിലിപ്പിനെയും സഹപ്രവർത്തകരെയും ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുന്നു. കേരള ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടിയോ ലോട്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയോ അല്ല നിൽക്കുന്നത്, മാഫിയകൾക്ക് വേണ്ടിയാണ്. സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ആളുകളെ ഒരു കാലത്ത് പരിരക്ഷിച്ച ആളുകൾ ഇന്ന് കേരളത്തിലെ വമ്പൻ ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടിയാണ് ഈ 10 രൂപ വർദ്ധിപ്പിച്ചത്. അത് പിൻവലിക്കണം. അത് പിൻവലിക്കുന്നവരെ സമരവുമായി മുന്നോട്ട് പോകും.